അഭിലാഷേ ഞങ്ങളെ ഇപ്പൊ ഒന്ന് വരാം. അവിടെ എല്ലാരും ഉണ്ട്. ആര് മരിച്ചിട്ടില്ല? ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാർ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞില്ല. പിന്നെന്താ ഉമ്മൻചാണ്ടി മരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ആവേശത്തിൽ ഉമ്മൻചാണ്ടി മരിച്ചത് അഭിലാഷേ നമ്മളായിട്ടൊരു കലഹത്തിന് വേണ്ട, സ്നേഹത്തോടെ, സ്നേഹത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ കട തുറക്കാൻ നടക്കുന്നവരല്ലേ. അപ്പൊ സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. സൗഹൃദത്തിന്റെ രാഷ്ട്രീയമാണ്. കോൺഗ്രസിന്റെ പതാകകൾ, കൈപ്പത്തികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതെ, കോൺഗ്രസിന്റെ പതാക, കൈപ്പത്തിയുള്ള പതാക. അവിടെ നിന്നൊരു വലിയ പ്രകടനം ഇപ്പൊ ഇതിനോടകം തന്നെ. അതും കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒരു ജാഥ അവിടെ നിന്ന് വരുന്നുണ്ട്. അതായത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം ആദ്യം കൈയടക്കുന്നത് UDF-ന്റെ പ്രവർത്തകരാണ്. BJP-യുടെ പ്രവർത്തകരും LDF മേലാമുറിയിൽ നിന്ന് സ്റ്റെഫിൻ അല്ലേ, BJP പ്രവർത്തകരുടെ വലിയ ജാഥ അത് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിൻ, ആവേശത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ല. എല്ലാവരും ഇഞ്ചോടിഞ്ചാണ്. വോട്ടൊക്കെ എത്ര മാറിയാലും കൊട്ടിക്കലാശത്തിന് എല്ലാവരും തുല്യരായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും ഒരു വലിയ ആവേശമുണ്ട്. കാരണം നമ്മൾ അല്പം മുമ്പ് ഇവിടെ വന്ന് കണ്ട മേലാമുറി അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ. കാരണം മേലാമുറി ജംഗ്ഷനിൽ ഇപ്പോൾ ഏതാണ്ട് BJP പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത്രയധികം പ്രവർത്തകർ, വാഹനങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആവേശം. ഇപ്പോൾ അല്പം മുമ്പ് ശോഭാ സുരേന്ദ്രൻ ഇതുവഴി കടന്നുപോയിരുന്നു. അവരും ഈ പ്രചാരണത്തിൽ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമില്ല. കൃത്യമായി ഇവിടെ വന്ന് ഇപ്പോൾ വലിയ ബ്ലോക്കായിരുന്നു. അവർ വാഹനം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഇവിടെ എത്തി ഈ സമീപത്തുള്ള കടകളിലൊക്കെ തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഒരു വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി കയറും. അതിന് പിന്നിൽ മറ്റു വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.